തന്ത്രി കണ്ഠര് മോഹൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം തന്ത്രി കണ്ഠര് മോഹൻ. നമസ്കാരം. ഞാൻ ഒരു സംശയമുള്ളത്, ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തൊരു വാതിൽ പണിത് നൽകി എന്നൊരു വിവരം വരുന്നുണ്ട്. അത് അങ്ങേക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? വാതിൽ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് വാതില്. ആ ആ അത് 2016-17 കാലത്ത് ഈ കട്ടളപ്പാളിയല്ല, ഒരു വാതിൽ തന്നെ അവിടെ സ്പോൺസർ ചെയ്തു എന്നാണ് ജയറാം പറയുന്നത്, നടൻ ജയറാം പറയുന്നത്. ജയറാം അങ്ങനെ, അതെ അതെ, അന്ന് ജയറാമൊക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞത്. ജയറാമൊക്കെ ആ പണി അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം സന്നിധാനത്ത് അത് ആ ഡോർ അവിടെ എത്തിച്ചിരുന്നോ, വാതിൽ അവിടെ എത്തിച്ചിരുന്നതായിട്ട് ഓർമ്മയുണ്ടോ? അതില്ല, ഓർമ്മയില്ല. ഓർമ്മയില്ല. ഈ കട്ടളപ്പടിയിൽ സ്വർണം പൂശി അവിടെ എത്തിച്ചു എന്നും പറയുന്നുണ്ട്, അത് ഓർമ്മയുണ്ടോ? കട്ടളപ്പടിയിൽ സ്വർണ്ണം അന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ടളപ്പടിയിൽ സ്വർണ്ണം പൂശി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് 2019 ഓർമ്മയുണ്ട് അല്ലേ, ഇങ്ങനെ കട്ടളപ്പാളിയിൽ സ്വർണം പൂശി കൊണ്ടുവരുന്നു എന്നുള്ളത് അല്ലേ? അതെ 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 തന്നെ അതെ. അന്ന് ഈ വിജയമല്യ 98 മറ്റോ ആണ് ഈ ശില്പത്തിൽ സ്വർണം പാകുന്നത്. അതിനുശേഷം 98 അതിനുശേഷം ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനകത്ത് സ്വർണ്ണമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? സ്വർണം പാകിയത് ഇളകിപ്പോയി? അന്ന് വിജയമല്യ മൊത്തം എല്ലാ ഭാഗവും സ്വർണം പൂശുന്നുണ്ടെന്ന് പറഞ്ഞ് 30 കിലോ സ്വർണം അവിടെ എത്തിച്ചിട്ടുണ്ട് സന്നിധാനത്ത് തന്നെ. പിന്നെ അവിടെ തന്നെ ഇരുന്ന് പണിയായിരുന്നല്ലോ, ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഇരുന്ന് ആ സ്ഥലത്ത് ഇരുന്ന് പണിഞ്ഞതേ. അതെ, എല്ലായിടത്തും സ്വർണ്ണമായിരുന്നു. അത് ഈ ദ്വാരപാലക ശില്പത്തിലും സ്വർണം പൂശിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ടല്ലോ. ശ്രീകോവിലിന്റെ മേളില് ഗണപതി, ആന, ദ്വാരപാലകര്, ഇവരെല്ലാം എല്ലാം സ്വർണ്ണമായിരുന്നല്ലോ, മൊത്തം സ്വർണ്ണമായിരുന്നു. 30 കിലോ സ്വർണ്ണത്തിൽ ആകെയാണ്. അപ്പൊ അത് പക്ഷേ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. ഈ കാലപ്പഴക്കം അങ്ങനെ പറയുന്നുണ്ട്. എന്നറിയില്ല. ഈ കാലപ്പഴക്കം കൊണ്ടോ തേയ്മാനം കൊണ്ടോ അത് പോകുന്നതാണോ? അതിൽ പിടിച്ചിട്ടൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പോകാമെന്ന് ചിലർ പറയുന്നുണ്ട്. അയ്യോ, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അന്ന് വിജയമല്യ കൊടുത്തിനകത്ത് സ്വർണം തന്നെ അന്ന് ഇവിടെ കൊണ്ടുപോയില്ല. നമ്മുടെ അവിടെ തന്നെ കൊണ്ടുവന്നപ്പോൾ 30 കിലോ സ്വർണം പണിയണമെന്ന് പറഞ്ഞല്ലോ. മൊത്തം സ്വർണത്തിലാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ നമ്മുടെ സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോൾ ഒരു സ്വകാര്യ പൂജ നടത്തി ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണോ? അത് തന്ത്രവിധി പ്രകാരം അത് അനുവദിക്കാൻ പറ്റുന്നതല്ലല്ലോ അല്ലേ? അല്ല, എന്തായാലും ഈ ക്ഷേത്രത്തിലുള്ള സാധനങ്ങളെ ആ കോമ്പൗണ്ടിൽ തന്നെ ഇരുന്ന് പണിയെന്നാണ് ഉത്തമം. അങ്ങനൊരു നിയമമുള്ളതാ, മാനുവലിലുണ്ട്. പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നുണ്ട്. ക്ഷേത്രത്തിൽ തന്നെ അകത്ത് തന്നെ വെച്ച് പണിയണമെന്നുള്ളതാണ് ശാസ്ത്രം. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വേണ്ടത്. ഈ പാളി വേറെ ചില സാധനങ്ങൾ കൂടി അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന്, അതായത് പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ സ്വർണം പാകിയിട്ടുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞത്. കൊടിമരം അടക്കം അങ്ങനെ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട്. അതെ അതെ. ആചാരപരമായിട്ട് എനിക്ക് ചോദിക്കാൻ സാധിക്കുന്നില്ലത്. അതെ, ഈ എന്തായാലും നമ്മുടെ ക്ഷേത്രത്തിൽ സന്നിധാനത്തുള്ള ഒരു വസ്തു അതെന്ത് തന്നെയാണെങ്കിലും അത് അങ്ങനെ ഒരു സ്വകാര്യ പൂജയ്ക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തന്നെയല്ലേ? ശരിയല്ല. അയ്യോ, അല്ല. ആ അശുദ്ധം അതെല്ലാം മാറിക്കിട്ടില്ലേ, ശുദ്ധമെല്ലാം മാറില്ലേ? കറക്റ്റ്. അതിനുശേഷം തിരിച്ച് സന്നിധാനത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് തന്ത്രിക്ക് അറിയാമായിരുന്നോ? കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ ഈ പടിപൂജ നടത്തുന്നതിന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നതായിട്ട് അറിയാമോ? അയ്യോ, അതൊന്നും അറിയില്ല. ഈ പരിചയം തന്നെ ഉള്ളൂ. അതിന്റെ വെളിയിൽ ബാംഗ്ലൂർ അങ്ങാണ്ടാണ് അദ്ദേഹം താമസിക്കുന്നതൊക്കെ, ബാംഗ്ലൂരാ. അതെ. ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അറിയില്ല, ബാക്കി കാര്യമൊന്നും എനിക്കറിയില്ല. അതെ. വേറെ എന്തെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്പോൺസർ ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല, അത് ഓർമ്മയില്ല. എന്തായാലും ഇത് ഒരിക്കലും തന്ത്രപരമായി അത് ശരിയല്ല എന്ന് തന്നെയാണ് അങ്ങും പറയുക അല്ലേ? അങ്ങനെ തന്നെയാണത്. ഓക്കെ, താങ്ക് യു ശ്രീ തന്ത്രി കണ്ഠര് മോഹൻറാണ് നമുക്കൊപ്പം ചേർന്നത്. അത് തന്ത്രവിദ്യാപരമായിട്ടും അത് ചേർന്നതല്ല എന്നുള്ളതാണ്. സന്നിധാനത്തുണ്ടായിരിക്കേണ്ട സ്വർണ്ണപ്പാളി ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചാൽ അത് ആചാരപരമായി ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് എങ്ങനെയാണ് സന്നിധാനത്ത് നിന്നെടുത്ത് ഒരു നടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം.